വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നൈറ്റ് ഔട്ട് ടോക്കീസ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് ഉത്തമചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ട്രിവാൻഡ്രം സിറ്റിയിൽ പകുതിയോളം സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഓരോ പാലത്തിന്റെ അല്ലേ പില്ലറിന്റെ ഒക്കെ സൈഡിലും ഓരോ ഐലൻഡിന്റെ സൈഡിലും അങ്ങനെ നമ്മളെ റൗണ്ട് അബൌട്ടിലൊക്കെ മാക്സിമം ഡ്രോയിങ്സ് എല്ലാം ചെയ്തിട്ടുള്ള നമ്മുടെ ഉത്തമചേട്ടനാണ് അല്ലേ? അപ്പൊ ആ ഉത്തമൻ ചേട്ടനാണ് ഈ ഉത്തമൻ ചേട്ടൻ. ഓക്കെ, സോ വെൽക്കം ടു നൈറ്റ് ഔട്ട് ടോക്കീസ്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെൽഫ്? ഞാനൊരു ആർട്ടിസ്റ്റാണ്. ബേസിക്കലി എനിക്ക് പടം വരയ്ക്കാനാണ് ഇഷ്ടം അതായതുകൊണ്ട് ഞാനിപ്പോൾ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് ആ ജോലിയേക്കാളും എനിക്ക് ഇതായിരുന്നു കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇതിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വരച്ച് വന്നപ്പോൾ നമുക്കിത് പ്രോഫിറ്റബിളും കൂടെ ആണ്. അപ്പോൾ ഇത് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഈ നമ്മുടെ സിനിമയിലൊക്കെ കാണുമല്ലോ, ഈ പടം വരയ്ക്കുന്നവർ ഭയങ്കര വെള്ളമൊടിച്ച് സെറ്റായി കിടക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമല്ല. നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. മറ്റേ ദാരിദ്ര്യം നമ്മൾ കൃത്യമായിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനവും കിട്ടും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിനെ ഫോളോ ചെയ്ത് ഈ ഒരു സാധനം ഞാൻ എത്തിയതാണ്. ഫോട്ടോഫൈൽ ആർട്ടിസ്റ്റ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. സോ രണ്ടും പാഷൻ ആണോ അതോ? ആദ്യം എൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോഫൈൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ട്രാവലും ചെയ്യാം. അപ്പോൾ ഞാൻ മാക്സിമം ദൂരത്തോട്ടുള്ള വർക്ക് എടുക്കും. ഇത് അവിടെ പോയി വർക്ക് എടുക്കുക എന്നുള്ള വ്യാജേന അവിടെ പോയി ഒന്ന് ഒരു റൗണ്ട് അടിച്ച് 2 ദിവസം വർക്ക് ഉണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം ഒന്ന് കറങ്ങിയിട്ടും കൂടെ വരാമല്ലോ. അപ്പോൾ ആ ഒരു ധാരണയിലാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി. അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ എക്സ്പെൻസ് ആയിരിക്കും കൂടുതൽ. അവരായിരിക്കും നമുക്കുള്ള ട്രാവലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വരപ്പും നടക്കും, ട്രാവലും നടക്കും. അപ്പോൾ അത് തന്നെയായിരുന്നു. അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഈ പരിപാടികളൊക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. എത്ര സ്ഥലങ്ങൾ ഇതുപോലെ ട്രാവൽ ചെയ്ത് പോയി വരച്ച്? ഇപ്പോൾ ഞാനിവിടെ മണാലി പോയിട്ടുണ്ട്, കസോൾ പോയി, മണാലി പോയി, പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ, തമിഴ്നാട് അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടമുണ്ട്, ഓരോ നല്ല പൂവൊക്കെ അതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത് നമുക്ക് കമ്മീഷൻ വർക്ക് പൈസക്ക് നമ്മൾ വാളാട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അത് വാളാട്ട് ചെയ്തിട്ട് അടുത്ത ട്രാവൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് പെയിന്റ് ഒക്കെ മിച്ചം കാണും. അത് നമ്മൾ കാറിലെടുത്തിടും. എന്നിട്ട് തമിഴ്നാട് ഭാഗത്തോട്ടൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്തിന്റെ ബോർഡർ തമിഴ്നാട് കയറുമ്പോഴത്തേക്കും നമ്മൾ ട്രാവലിന്റെ കൂട്ടത്തിൽ ഈ അമ്മമാരുടെയൊക്കെ കുഞ്ഞ് പെട്ടിക്കടകളും ചായക്കടകളും കാണും. അവരെന്തൊക്കെയാലും ഫിനാൻഷ്യലി നമുക്ക് പൈസ നമ്മളെ കൊണ്ട് അവർ വരപ്പിക്കത്തില്ല. കാരണം അവർക്ക് കിട്ടുന്ന 100 രൂപയ്ക്ക് അവരുടെ ദിവസം കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്താ ചോദിച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ ചോദിക്കും, അമ്മ ഇതിങ്ങനെ വരച്ചോട്ടാന്ന് ചോദിക്കും. അപ്പം അങ്ങനെ വരച്ചിട്ട് ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ഒരു കടയിൽ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ചായ കുടിക്കാൻ പോയിട്ട് ഞാൻ ചോദിച്ചു, അമ്മ അങ്ങനെ വരച്ചോട്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, ഇല്ല മോനെ, ഇനി ഓണത്തിനെ പെയിന്റ് അടിക്കുന്നുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല അമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഒന്ന് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ പോയിട്ട് അവിടെ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ പടങ്ങൾ വരച്ച് അവരുടെ ഒരു ഹാപ്പിനെസ് നമുക്കും. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും മിച്ചിരിക്കുന്ന പെയിന്റ് നമ്മുടെ കുറച്ച് നേരത്തെ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും. ഏത് പ്രായത്തിലാണ് ഈ വരയ്ക്കുന്ന ഇൻട്രസ്റ്റ് തുടങ്ങിയത്? എൻ്റെ അച്ഛൻ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഒരു 3-4 വയസ്സ് തൊട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും വരയ്ക്കുന്ന കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ അന്ന് സാലറി ഒക്കെ അന്നത്തെ സ്കെയിൽ നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ എൻ്റെ ചേട്ടനും അമ്മയൊക്കെ പറയും, അച്ഛനിപ്പോൾ ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് 90 രൂപയും എനിക്ക് വരയ്ക്കാനുള്ള സാധനങ്ങൾ മേടിക്കാനും. അപ്പം അച്ഛൻ കേരളത്തിൽ എല്ലായിടത്തും എന്നെ കൊണ്ടുപോയിട്ട് വരപ്പിക്കുമായിരുന്നു. അപ്പോൾ വരപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ജനറൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിനിൽ നമ്മൾ ട്രെയിനിൽ ചിലപ്പോൾ ബാത്റൂമിൻ്റെ ഇടയിൽ കിടന്നിട്ടായിരിക്കും പോവുക. പക്ഷെ എന്നെ അച്ഛൻ എല്ലായിടത്തും എന്നെ എത്തിച്ച് നമ്മൾ അവിടുത്തെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുക. അപ്പം നമുക്ക് കൊച്ചിലെ തൊട്ടേ എനിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വരയ്ക്കുന്ന കാര്യങ്ങളിൽ ഒരു ക്രേസ് ആണ്. നമുക്ക് പോകുമ്പോൾ അച്ഛനിപ്പോൾ ഒരു ടോപ്പിക്ക് നേരത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അപ്പം അച്ഛൻ അതിനെ ഗൈഡ് ചെയ്യും. ഈ ടോപ്പിക്കിൽ ഇന്ന സാധനമാണ് വരയ്ക്കുന്നത്. അതിൽ തന്നെ നമുക്കിപ്പോൾ ജഡ്ജസിനെയൊക്കെ നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് ഓരോ ജഡ്ജിനും നമ്മൾ ഓരോ ഇത് വെച്ചിട്ടുണ്ട്. ചില ജഡ്ജസ് ഭയങ്കരമായിട്ട് കളർ കോൺട്രാസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. ചിലർ നമ്മുടെ ക്യാരക്ടറിന്റെ കാര്യങ്ങൾ സ്കെച്ച്. അപ്പോൾ അച്ഛൻ പറയും, ഇന്ന ജഡ്ജാണ്, അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വരച്ചാൽ പ്രൈസ് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ജഡ്ജിനും ഓരോ സ്റ്റൈല് പിടിച്ച് വരയ്ക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ ഇല്ല, ജോലിക്ക് കുറച്ചുകൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും നമുക്ക് കൂടുതൽ ഇഷ്ടം ഇതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ പ്രൊഫഷൻ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് വാളാട്ട് ഞാൻ ചെയ്യുമായിരുന്നു. വാളാട്ട് ചെയ്യെങ്കിലും ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് ഈ റിയാലിറ്റി ഷോസിനൊക്കെ വേണ്ടി പ്രോപ്പർട്ടീസ് ചെയ്യുമായിരുന്നു. ഡാൻസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രോപ്പർട്ടീസ് ചെയ്ത് വന്ന സമയത്താണ് നമ്മുടെ കോവിഡ് വരുന്നത്. കോവിഡ് വന്നതിന് മുന്നേ വരെ വാളാട്ട് ചെയ്യുമെങ്കിലും നമ്മൾ പൈസ മേടിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പൊ കോവിഡ് വന്ന സമയത്ത് നമുക്ക് ആൾക്കാരുടെ കൂട്ടവും ചാനലിലെ ഷൂട്ടും എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൊച്ചി മെട്രോയിലൊരു വാളാട്ടിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അങ്ങനെ ആലുവ സ്റ്റേഷനിലെ ഒരു വാളാട്ട് ചെയ്തു. അപ്പൊ അതിനുശേഷം പിന്നെ അത് നമ്മൾ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു. അന്നപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്താണെന്നൊന്നും വലിയ പിടുത്തമില്ല. വീഡിയോ ഇട്ടപ്പോൾ നോക്കിയപ്പോൾ അതിൽ നിന്ന് കുറെ എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ചിലർ ചുമ്മാ കൊള്ളാം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും, ചിലർ എൻക്വയറി ആയിട്ട് തന്നെ വരും.
അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് പിന്നെ അടുത്ത വർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോ വർക്ക് വരുമ്പോഴും എൻക്വയറീസ് വന്ന് ഇതിപ്പോൾ ഞാൻ നമ്മൾ ഓടി നടന്ന പ്രൊമോഷൻ ഈ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ അതിൽ നിന്ന് മിനിമം ഒരു 1-2 എൻക്വയറീസ് വരും. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പിന്നെ നല്ലോണം വരയ്ക്കുമ്പോൾ ആ കസ്റ്റമർ തന്നെ നമുക്ക് അടുത്ത കസ്റ്റമറെ കൊണ്ടുവന്ന് തരും. എക്സിബിഷൻ എന്തോ നടത്തിയിട്ടുണ്ടെന്ന്. അതെ ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് എക്സിബിഷൻ, ഡ്രോയിങ് എക്സിബിഷൻ. നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയം ആർട്ട് ഗാലറിയിലാണ് എൻ്റെ ആദ്യത്തെ പെയിന്റിംഗ് എക്സിബിഷൻ നടത്തുന്നത്. അന്നെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വരെ വരച്ച എല്ലാ പടവും എടുത്ത് അവിടെ എക്സിബിറ്റ് ചെയ്യുമായിരുന്നു. അന്ന് ബിജു തിരുമല സാറാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, കണ്ണൻദേവനാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പോൺസർഷിപ്പിൽ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് പിള്ളേരൊക്കെ കൂടെ കമ്പയിൻ ചെയ്ത് 2-3 എക്സിബിഷൻ പിന്നെ നടത്തി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കസോള് ട്രാവൽ ചെയ്തപ്പോൾ നിയോൺ ആർട്ട് ഉണ്ടല്ലോ, നമ്മുടെ സൈക്കിഡലിക് സാധനങ്ങൾ. അപ്പൊ അതിന്റെ ഒരു സംഭവം പിടിച്ചിട്ട് ഇവിടെ ഓളം ഫെസ്റ്റ് അങ്ങനെയുള്ള ഫെസ്റ്റിലൊക്കെ നിയോൺ എക്സിബിഷൻ ചെയ്യാറുണ്ട്. ഈ നിയോണിലേക്ക് എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ വന്നത്? അതെ, നിയോൺ എന്ന് പറയുന്നത് ഞാൻ കാസർഗോഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നിയോൺ പെയിന്റിങ്സ് വെച്ചേക്കുന്ന ഒരു സ്റ്റാളുണ്ട്. അപ്പോൾ അവിടുത്തെ പുള്ളിക്കാരൻ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. സംഭവം നല്ല രസമുണ്ട്. അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ മൊത്തത്തിൽ വേറൊരു വൈബാണ്. അപ്പൊ ഞാൻ അകത്ത് കയറിയിട്ട് പുള്ളി ഹിന്ദി, അപ്പൊ എനിക്കറിയുന്ന ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിധത്തിൽ പുള്ളി അടുക്കണില്ല. എന്നുവെച്ചാൽ വേണമെങ്കിൽ മേടിച്ചിട്ട് പോവാം, ഇതിന്റെ എന്താണ് ഇതിന്റെ പരിപാടി എന്നൊന്നും പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. അവസാനം നമ്മൾ പോവില്ല എന്ന് മനസ്സിലായപ്പോൾ പുള്ളി വന്ന് ചെറിയ ട്രിക്സ് ആണ് അത്, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാത്തത്, അറിയാവുന്നതുകൊണ്ട് പുള്ളിക്ക് എളുപ്പം, നമുക്കിത് അറിഞ്ഞൂടല്ലോ. അപ്പൊ പുള്ളി വന്ന് ഇത് പറഞ്ഞു തന്നു. അങ്ങനെ ഇപ്പൊ അതൊക്കെ നോക്കി. അതപ്പോൾ ആ സമയത്ത് കേരളത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ കേരളത്തിൽ വന്ന ആ സമയത്ത് ഓളം ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത കുറേ സാധനങ്ങൾ എടുത്ത് ഓളം ഫെസ്റ്റിൽ ചെയ്ത് പ്ലസ് ഒരു നിയോണിന്റെ ഒരു സംഭവം, ടൊവിനോയുടെ ഒരു സാധനം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത് ടൊവിനോയ്ക്ക് ഗിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇതിനൊക്കെ അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഓളം ഫെസ്റ്റിവലിൽ കുട്ടികളെ കൊണ്ടുപോയപ്പോൾ റൊണാൾഡോയുടെ. അതെ അത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെയും കൂടെ ചേർത്ത് വരപ്പിക്കാറുണ്ട്. എല്ലാവരുമായിട്ട് ഒരുമിച്ചുള്ള ഒരു പടം വരയ്ക്കുക എന്നാണ് എനിക്കും താല്പര്യം. അപ്പം ഈ നിയോൺ കൊണ്ട് പെയിന്റ് ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസമാണ് സാധാരണ. നിയോൺ എന്ന് പറയുന്നത് ഞാനിപ്പോ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ നിയോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പെയിന്റ് ചെയ്യുന്ന പോലെ, പക്ഷെ ഇതിന് നമുക്ക് 2-3 ലൈറ്റിന്റെ സോഴ്സ് കൊടുക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഫുൾ ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഔട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൽ ഷെയ്ഡിങ് ഒക്കെ നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് ഇട്ട് തന്നെ ചെയ്യുമ്പോഴായിരിക്കും ഇത് കിട്ടുക. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് ഇടുമ്പോഴും നോർമൽ ലൈറ്റിലും രണ്ടിലും 2 ഔട്ട് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ നിയോൺ? ചെയ്യുന്നുണ്ട്. അത് ഈ വോൾ ആർട്ടായിട്ട് ചെയ്യുന്നുണ്ടോ? അത് വോളും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടൈം കിട്ടുന്ന പോലെ വാൾ ആർട്ട് നിയോണിന്റെ എൻക്വയറി കുറവാണ് ഇവിടെ കേരളത്തിൽ. ഇപ്പോൾ ഞാനിവിടെ 2-3 റിസോർട്ടിൽ ഈ നിയോൺ ആർട്ട് വാളിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്ട്ലി വട്ടവടയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വോൾ ആർട്ട് നിയോൺ വെച്ച് ചെയ്താൽ ഭംഗിയുണ്ടാവോ? വോൾ ആർട്ട് നിയോണിൽ ചെയ്താൽ രസമായിരിക്കും. പക്ഷേ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് നിയോൺ പെയിന്റ് കൂടുതലും നമുക്ക് സൺലൈറ്റിൽ ഫെയ്ഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇൻഡോർ ആണെങ്കിൽ നമുക്കിത് ചെയ്താൽ ലാസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ചെയ്ത റിസോർട്ടിലെല്ലാം തന്നെ ഇൻഡോർ നമ്മൾ നിയോൺ വെച്ച് ചെയ്താൽ ലാസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുഞ്ഞു ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഔട്ട്ഡോർ ചെയ്യാം, പക്ഷെ അത് ലാസ്റ്റ് ചെയ്യുന്ന കുറവായിരിക്കും. പാർട്ടീസിന് ജസ്റ്റ് നമുക്കൊരു ഇപ്പോൾ ഫേസ് പെയിന്റിംഗ് ആയിട്ട് കൂടെ നമുക്ക് നിയോൺ ഇട്ട് ചെയ്യാം. പക്ഷെ അത് എന്താണ് നമുക്ക് ഫേസ് പെയിന്റിംഗ് ഒക്കെ നമുക്ക് വാഷ് ചെയ്ത് കളയുമല്ലോ. അതുപോലെ നമുക്ക് ഔട്ട്ഡോറിനെക്കാൾ ഇൻഡോർ നമുക്കിപ്പോൾ നമ്മുടെ റൂമിലൊക്കെയാണ് നിയോൺ ചെയ്താൽ നമുക്കൊരു രസമായിരിക്കും. മെട്രോയില്, കൊച്ചി മെട്രോയില് ആദ്യം തന്നെ വന്ന വർക്ക് നല്ല. അതെ അത് കൊച്ചി മെട്രോയിൽ വർക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഫോളോ ചെയ്യുന്നത് നമുക്ക് കൊച്ചി മെട്രോയിൽ, ഞാനിപ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ പെയിന്റ് എല്ലാം ക്യാരി ചെയ്ത് കൊച്ചി മെട്രോയിലോട്ട് പോകുന്നു. അപ്പോൾ അവർ വന്നത് രാത്രി തുടങ്ങി രാവിലത്തേക്കകത്ത് വരച്ച് തീർക്കണമെന്ന് പറഞ്ഞു. കാരണം ബാക്കി പാസഞ്ചേഴ്സിന് ഡിസ്റ്റർബ് ആവരുതെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചി മെട്രോന്റെ ആലുവ സ്റ്റേഷനിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ രാത്രി പോയി വരയ്ക്കുന്നു, രാവിലെ ആവുന്നു. പക്ഷെ എൻ്റെ കിക്ക് എന്ന് പറയുന്നത് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൾക്കാർ ക്രൗഡ് കൂടും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വരും. ആൾക്കാർ വന്ന് നമ്മുടെ അവരുടെ സജഷൻസ് പറയും. അപ്പോൾ ഇവർ വരുന്നവരെ കൊണ്ട് വരപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അങ്ങനെ രസമാണ്. ഇത് ആദ്യം തൊട്ടേ ഉള്ള പരിപാടിയാണോ ഈ കാണുന്ന ആൾക്കാരെ കൊണ്ട്? നമുക്ക് രസം. നമുക്ക് കാരണം കുറച്ചു നമ്മൾ ഒരേ സ്ഥലത്തിരുന്ന് വരയ്ക്കല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിലും കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ചെയ്ത് വരുമ്പോൾ നമുക്കും ഒരു രസമായിരിക്കും. അങ്ങനെ സജഷൻസ് ഒക്കെ എടുക്കാറുണ്ടോ? എടുക്കും, തീർച്ചയായും. ഇപ്പൊ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ ചില കളർ ഇങ്ങനെ കൊടുക്കാൻ പറയും. ഇപ്പൊ ചില ആൾക്കാർ വരുമ്പോൾ അവരെയും കൂടെ നമ്മൾ ഈ പടത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. പിന്നെ ചില പടങ്ങളിൽ നമ്മൾ കുഞ്ഞു സാധനങ്ങൾ ഹിഡൻ ആക്കി വെക്കും. അത് നമുക്കറിയാമല്ലോ. ഇപ്പൊ ഞാൻ 3 റിസോർട്ടിൽ വരച്ചേക്കുന്നതിൽ കുറേ സാധനങ്ങൾ ഞാൻ ഹിഡൻ ആക്കി കയറ്റിയിട്ടുണ്ട്. അത് ഇപ്പൊ ഞാൻ ഒരാൾക്ക് പറഞ്ഞാൽ ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു സാധനങ്ങൾ നമ്മൾ കയറ്റാം. ഈ ഡ്രോയിങ്ങിന് പോകുമ്പോൾ കൂടെ ആരെങ്കിലും വരുമോ ഈ സപ്പോർട്ടിങ്? എന്റെ കൂട്ടത്തില് വിനിൽ എന്ന് പറയുന്ന ഒരു പയ്യുണ്ട്, നെയ്യാറ്റിങ്കര സ്വദേശിയാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസിസ്റ്റ് ചെയ്യാനൊക്കെ പുള്ളിക്കാരൻ വരാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ സഹോദരനാണെങ്കിലും ഈവൻ എൻ്റെ ചേട്ടൻ്റെ മോളാണെങ്കിൽ പോലും ഇവരൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. വർക്കിന് വേണ്ടി അവർ കൂട്ടത്തിൽ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ കസ്റ്റമറെ വീട്ടിൽ പോകുമ്പോൾ കസ്റ്റമറിന് അവിടെ ഉള്ള പിള്ളേരും ഉണ്ടെങ്കിൽ പിള്ളേരെയും കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് അവർക്കും ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അവിടുത്തെ ആളും കൂടെ അതിൻ്റെ അടുത്ത് കൂടുമ്പോൾ
അവർക്കൊരു ഫീൽ ഉണ്ടാവും ഞാനും കൂടെ ചെയ്ത് വരച്ചൊരു, അപ്പൊ അവര് കൂടുതലായിട്ട് ഒരു ഇമോഷണലി കണക്റ്റഡ് ആവും ആ പടത്തിൽ. ഇപ്പോൾ നിയോണിൽ ഞാൻ ചെയ്യുന്ന കാര്യം പറയും, ഇപ്പോൾ നിയോണിൽ ഞാൻ പോർട്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിയോണിൽ ഞാൻ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ പോർട്രേറ്റ് ഇപ്പോൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് ഒരു ദിവസം സംസാരിക്കും. അപ്പോൾ സംസാരിച്ചിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഇൻസിഡൻസ്, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട ആളുകൾ, ഇഷ്ടപ്പെട്ട സിനിമ, നോവൽ, ബുക്ക്, ഇങ്ങനെയുള്ള എല്ലാം സംസാരിച്ചിട്ട് ഈ സാധനം എല്ലാം ചേർത്തിട്ടുള്ളൊരു പടമായിരിക്കും. ഈ പടം വേറൊരാൾക്കത് എന്തായി തോന്നണമെന്നില്ല, പക്ഷേ ഈ വരച്ച ആരുടെയാണ് പുള്ളിക്കാരനെ നോക്കുമ്പോൾ പുള്ളിയുടെ ലൈഫായിരിക്കും ആ പടത്തിൽ കാണുന്നത്. അപ്പോൾ അത് നിയോണിൽ രാത്രി ബ്രൈറ്റും കൂടെ ആയിട്ട് കാണുമ്പോൾ അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ചിത്രമായിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു പോർട്രേറ്റ് ആണെങ്കിൽ പുള്ളിയുടെ അതുവരെയുള്ള ഒരു ജീവിതമായിരിക്കും ആ പടത്തിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുക പോർട്രേറ്റ്സ്. നിയോണും നോർമലും ചെയ്യും, അക്രലിക്കും എല്ലാം ചെയ്യും. ഈ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ ആ ക്രൗഡ് വരുന്നത്, അപ്പൊ ഈ വരുന്ന എന്തെങ്കിലും പ്രശ്നമായിട്ട് അങ്ങനെ പോലീസ് പ്രശ്നം അങ്ങനെ? അതുണ്ട്. ഞാനിവിടെ തിരുവനന്തപുരത്ത് ഫോർട്ട് സ്കൂളുണ്ട്, നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ഗേൾസ് സ്കൂളാണ്, പത്മനാഭ മിഷത്തിന്റെ അവിടെ നമ്മൾ വാളാർട്ട്. ഞാൻ ഒരു ദിവസം അതുവഴി ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ഇപ്പം മതിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ പിള്ളേരുടെ ക്ലാസ്സിൻ്റെ മതിലും സ്കൂളിൻ്റെ ചുറ്റുമതിലും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അത് ഭയങ്കരമായിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അവിടെ അതുവഴി പോകുന്ന വണ്ടിക്കാരൊക്കെ മൂത്രം ഒഴിക്കുന്ന ഒരു സ്ഥലമാണ്. അത് പിള്ളേർ ജനലിൽ നോക്കിയാൽ മൂത്രം ഒഴിക്കുന്ന കാണാം, ഇങ്ങനത്തെ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പാസ് ചെയ്ത് കണ്ടിട്ട് ഞാൻ നേരെ സ്കൂളിൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്കിതിൽ വരച്ചാൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങൾ പൈസ ഒന്നും തരണ്ട, എനിക്കിവിടെ വരച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം നമ്മളൊന്ന് പെയിന്റ് അടിച്ച് നമ്മൾ PK സിനിമ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഒരു ദൈവത്തിന്റെ പടം വരച്ച് കഴിഞ്ഞാൽ മൂത്രമൊഴിക്കണമെങ്കിൽ ഒന്നൊന്ന് ആലോചിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഞാനപ്പോൾ ഒന്ന് പെയിന്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫണ്ട് വേണ്ട, ഞാൻ ചെയ്തോളാം. അപ്പോൾ ഞാൻ ചെയ്ത് നിന്ന് തീരുമാനം എടുത്തപ്പോഴത്തേക്കും അവിടെ മുമ്പ് പഠിച്ചിരുന്ന കുറച്ച് സ്റ്റുഡൻസ് പെയിന്റിന്റെ സ്പോൺസർഷിപ്പ് കോവിഡ് സമയത്താണെന്ന് തോന്നുന്നു, പെയിന്റ് അവർ സ്പോൺസർ ചെയ്തു. ഞാൻ എന്നിട്ട് അവിടെ അപ്പം എൻ്റെ മനസ്സിൽ സ്കൂളായതുകൊണ്ട് ദൈവത്തിനൊന്നും മറക്കേണ്ടെന്ന് വലിയ ഇതായിട്ട് അമ്മ എന്ന് എഴുതി വെച്ചു. ഞാൻ വിചാരിച്ചു മലയാളം വായിക്കുന്ന ഒരു അമ്മ എന്ന് വന്ന് വായിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കില്ല എന്നാണ് എൻ്റെ ധാരണ. ഞാനിത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇതിങ്ങനെ പടം വരയ്ക്കണം നോക്കിക്കൊണ്ടിരുന്നിട്ട് അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറച്ച്, പിന്നെ കുടിക്കുന്ന ആൾക്കാർ, ചില കുടിക്കുന്ന ആൾക്കാർ രസമാണ്, നമ്മുടെ അടുത്ത് ഒന്ന് പാട്ടൊക്കെ പാടി ഇരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ഇതുണ്ട്. അത് ഞാൻ അപ്പം തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പം സ്കൂളിൻ്റെ അത് മതിൽ സെപ്പറേറ്റ് ആക്കി ബിൽഡിംഗ് സെപ്പറേറ്റ് ആവുന്നുണ്ട്. അപ്പം ഇങ്ങനെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നാലും ആൾക്കാർ വന്ന് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടികളൊക്കെ ഇപ്പൊ കുറയും. ഇപ്പൊ അത്യാവശ്യം അതിൽ നല്ലൊരു പടം ഉണ്ടെങ്കിൽ അധികം ആരും വന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നില്ല. മുന്നേ ആണെങ്കിൽ നമ്മൾ വരച്ചിട്ട് പോകും, പോസ്റ്റർ ഒട്ടിച്ചിട്ട് പോകും, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഗ്രാഫിറ്റി എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ പ്രശ്നമാക്കല്ലോ, മതിലൊക്കെ വരച്ചിട്ട്. അതെ അത് നമ്മൾ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇല്ല ഞാൻ എല്ലായിടത്തും പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ വരയ്ക്കും. കാരണം നമ്മളൊരു മതിൽ വരയ്ക്കുമ്പോൾ നമ്മുടെ മതിലല്ല, വേറൊരാളുടെ മതിലാണ്. അപ്പൊ ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്റെ വീട് മൊത്തം വേറൊരിടത്ത് ഒന്നും ചോദിക്കാമെന്ന് പെയിന്റ് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് വിഷമം ഉണ്ടാവും, ദേഷ്യം വരും. അതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് വരയ്ക്കുമ്പോൾ നമ്മൾ അവരുടെ വിത്ത് പെർമിഷൻ നമ്മൾ വരയ്ക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ആദ്യം മീറ്റ് ചെയ്തത് നമ്മൾ ആ ബുട്ടീക്കില്, ജവഹർനഗറിലെ ബുട്ടീക്കില് അതെ മുത്തുപ്പൻ വന്ന് ചോദിച്ചു, അവിടെ ഒരു വോൾ ഉണ്ട്, അതെ അങ്ങനെ പതിവാണോ? ഞാനിപ്പോ എനിക്ക് ഇപ്പൊ എന്താ പറയുന്നത്, എന്റെ സ്കൂൾ ടൈമിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സെന്റ് ജോസഫിലാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ ഹോൾ ന്യൂസിന്റെ അടുത്ത് പിള്ളേരെയാണ് ഇങ്ങനെ നോക്കണം, പെൺപിള്ളേരെ. ഇപ്പൊ വരച്ച ആ ഒരു ക്രേസ് വന്നിട്ട് പെൺപിള്ളേരൊക്കെ അതുവഴി പോകും. ഞാൻ മതിൽ കാണും, മതിൽ ഇങ്ങനെ നോക്കും, നല്ല മതിൽ. ഞാൻ ഇതിനെ നേരെ അകത്തോട്ട് എന്നിട്ട് ചോദിക്കും, ചേട്ടാ ചേച്ചി ഈ മതിൽ ഞാൻ വരച്ചോട്ടെ. അപ്പൊ അവർ ഇങ്ങനെ നോക്കും, ഈ മതില്ല, എനിക്ക് പൈസ ഒന്നും തരണ്ട, ഞാൻ വന്ന് വരച്ചിട്ട് പോകും. അപ്പൊ നമുക്ക് ചില മതിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിലെന്തെങ്കിലും നമ്മൾ മുമ്പ് ആലോചിച്ച് വെച്ചൊരു സാധനം അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ കൊള്ളാന്ന് തോന്നും. അപ്പൊ അങ്ങനെ വന്ന് ചോദിക്കും, ഞങ്ങൾ അവിടെ ചെന്ന് ചോദിക്കും. യൂഷ്വലി പോസിറ്റീവ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുക. പിന്നെ ചില ഇപ്പൊ കടകളിലാണെങ്കിൽ അവരിങ്ങോട്ട് സജഷൻസ് വെക്കും. അപ്പൊ ഞാൻ ഫ്രീ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എനിക്ക് പൈസ ഒന്നും വേണം, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പടം ഞാൻ വരച്ചോട്ടെ എന്നായിരിക്കും ചോദിക്കും. പക്ഷെ ഇപ്പൊ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചായക്കടയാണെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഇവർക്ക് ഇഷ്ടമുള്ള പടമായിരിക്കും നമ്മുടെ അടുത്ത് പറയാം. അത് മിക്കവാറും ഇവർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഏതെങ്കിലും സാധനമായിരിക്കും. അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അത് വരച്ചാലേ, കാരണം നമുക്കിതൊരു വരുമാന മാർഗ്ഗമാണല്ലോ. അപ്പം നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവർ പറയുന്ന സാധനം അതുപോലെ എടുത്ത് വരയ്ക്കുക എന്നുള്ളതേ ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ചിലയിടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള അവരിങ്ങനെ പറയും, ഇന്ന സംഭവമാണ് ഇവിടുത്തെ തീം, ഈ തീമിൽ ഇഷ്ടമുള്ള വരയ്ക്കാൻ പറഞ്ഞാൽ അവരൊരു ബഡ്ജറ്റും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അത് നമ്മൾ റഫ് സ്കെച്ച് അവരെ കാണിക്കുന്നു, എന്നിട്ട് വരയ്ക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവ്ലി ഭയങ്കര പ്രശ്നമാവോ അതിങ്ങനെ ആൾക്കാർ ഇത് തന്നെ വരയ്ക്കണം? ഇല്ല അത് ഇത് എൻ്റെ ഒരു വരുമാന മാർഗം കൂടെ ആണല്ലോ. അപ്പൊ ഞാൻ അവിടെ വാശി പിടിച്ചിരുന്ന അന്ന് എനിക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതും കൂടെ ആലോചിക്കണം. നമ്മുടെ ക്രിയേറ്റീവ് സൈഡിനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ സ്കെച്ച് ബുക്ക് എടുത്ത് വരയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ പറഞ്ഞ് ഫ്രീ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്രിയേറ്റീവ് സൈഡിനെ ഹാപ്പി ആവുന്ന രീതിയിൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ വരയ്ക്കും. എവിടെയെങ്കിലും വരയ്ക്കാൻ പോയിട്ട് വരച്ച് എന്നിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന ഉണ്ട്. അത് ഞാൻ കസ്റ്റമറുടെ പേര് പറയുന്നില്ല. ഒരു വർക്കിന് ഞാൻ പോയിട്ട് ഇവർ എൻ്റെ അടുത്തൊരു പടം വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയച്ചൊരു പടം വരയ്ക്കാൻ പറയുമ്പോൾ
ഞാൻ അപ്പം തന്നെ ഈ പടം അവർക്ക് അയച്ചു കൊടുത്ത് അവരുടെ ഓക്കെ എന്നുള്ളത് ടെക്സ്റ്റ് മെസ്സേജായി വന്നതിന് ശേഷമേ വരയ്ക്കുള്ളൂ. കാരണം നമ്മൾ വാക്കാൽ പറയുന്ന വാക്ക് ചിലപ്പോൾ ഇവർ മാറ്റും. എന്നിട്ട് ഞാൻ വരച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവരൊന്ന് പറഞ്ഞു ഈ പടം എല്ലാം ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അവർ അയച്ചു തന്ന പടമാണ് ഞാൻ അതുപോലെ വരച്ചേക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞു ഈ പടമല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെ സാധനം. ഞാൻ പറഞ്ഞു സാർ ഏതോ ഉദ്ദേശിച്ചോട്ടെ, എനിക്ക് തന്ന പടം ഇതാണ്, അപ്പോൾ എനിക്ക് ഇതല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഇത് മാച്ച് വരയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മാച്ച് വരയ്ക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ അടുത്ത വരയ്ക്കുന്നതിൻ്റെ പേയ്മെൻറ്റും കൂടെ എനിക്ക് തരണം. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങണം. ചിലപ്പോൾ ചില ആർട്ടിസ്റ്റിന് ഇത് മായ്ക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളവിടെ ഒരു വർക്കിനാണ് പോയത്, നമ്മുടെ സ്വന്തം മതിലല്ല. അപ്പോൾ അവരങ്ങനെ ഒരു സജഷൻ പറഞ്ഞാൽ നമ്മൾ അടുത്ത പേയ്മെൻറ്റ് മേടിച്ച് അത് വരയ്ക്കുക തന്നെ ചെയ്യണം. ഇതാണ് ചെയ്യാം. വരയ്ക്കുന്ന സാധനങ്ങളിൽ സ്വന്തമായിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി കാണുമല്ലോ വരയ്ക്കുന്നതിൽ. എന്താണ് ഉത്തമന്റെ എടുത്തു പറയാൻ? ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിന്റെ സംഭവം തുടങ്ങി കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നിട്ട് അങ്ങനെ അധികം ഒന്നും കാണിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രോജക്ട്സിൽ ഞാൻ മുന്നേ അത് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് നമ്മുടെ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞാൻ വാൻഗോക്കിനെ പറ്റി വായിക്കുകയും വിൻസെന്റ് വാൻഗോക്ക് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ പറ്റി വായിക്കുകയും അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങൾ ചെയ്ത സമയത്ത് എല്ലാ പടത്തിലും ബാക്ക് ഡ്രോപ്പിൽ സ്റ്റാറി നൈറ്റ് കയറി വരുമല്ലോ. അപ്പോൾ എവിടെ എന്ത് വന്നാലും ഒന്നെങ്കിൽ മിക്കവാറും നീല കളറ് അതിങ്ങനെ വന്നത് ഇപ്പോഴും വരെ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു മെയിൻ ബിൽഡിങ്ങിൽ വാൻഗോക്കിൻ്റെ സ്റ്റാറി നൈറ്റ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓരോ സമയത്തും ഇതിങ്ങനെ മാറി. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ അകത്തോട്ട് വരുത്തും. നമ്മുടെ ലൈഫിൻ്റെ അകത്തുള്ള ഒരു സാധനം, ഹിഡൻ മെസ്സേജസ് എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അപ്പം ഫീൽ ചെയ്യുന്ന ഒരു സാധനം ഇതിനകത്തോട്ട് കയറ്റാൻ നോക്കാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ 1-2 വീഡിയോസ് അങ്ങനെ ചെയ്തിരുന്നു അല്ലെ, ഹിഡൻ. അതെ, അത് ചെയ്തത് അത് ചില സമയത്ത് ഞാൻ കുഞ്ഞു കുഞ്ഞു ക്യാൻവാസിൽ വീട്ടിൽ ബോറടിക്കും. ആക്ച്വലി ഞാൻ വലിയ വാളിൽ വരയ്ക്കുന്നതുകൊണ്ട് ഇപ്പൊ കുഞ്ഞു പേപ്പറിൽ വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടി കുഞ്ഞു ക്യാൻവാസിൽ വരയ്ക്കും. അപ്പൊ ഇത് എന്നിട്ട് ഒന്നുമില്ല, അപ്പൊ ഞാൻ ഇത് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് വീഡിയോ ഇടും. ആരൊക്കെങ്കിലും കാണുന്നവർ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ ഇടാറുണ്ട്. അങ്ങനെ സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാർ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഇത് അവരെനിക്ക് ഇത് അയച്ചു തരും. പിന്നെ ബാക്കി വർക്ക് വന്നപ്പോൾ ഇതിന്റെ തിരക്കിൽ സംഭവം നമുക്ക് ദിവസം പോയി നോക്കാൻ പറ്റില്ല. ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് അത് സേഫ് ആയിട്ട് അവിടെ ഇരിക്കുകയാണോ നോക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് വെച്ചതെല്ലാം ഒരു മണിക്കൂറിനകത്ത് എടുത്ത് ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മറ്റേ പില്ലേഴ്സ് ഒക്കെ ചെയ്തിട്ട് അതിനെങ്ങനെയായിരുന്നു റെസ്പോൺസ്? ആ പില്ലേഴ്സ് ഇത് ഗവൺമെന്റ് നിർമ്മിതിയുടെ വർക്കായിരുന്നു. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നിർമ്മിതിയുടെ വർക്കായിരുന്നു. അവർ നമുക്ക് ഡിസൈൻസ് എല്ലാം അവർ തന്നെയാണ് തന്നത്. അവർ തന്ന സാധനം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അവർ ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര ടൈമിനകത്ത് തീർക്കണം. ഞാനും വിനിൽ ചന്ദ്രനും പയ്യനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തത്. അത് ആ സമയത്ത് പൊക്കം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും എനിക്ക് മല കയറാൻ ഇഷ്ടം. മല കയറുന്ന പോലെയല്ലോ നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണമല്ലോ ആ ഒരു പരിപാടിക്ക്. ഹൈറ്റ് ഇത്തിരി പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ ആ ഒരു പേടി ഏകദേശം ഒന്ന് സെറ്റായി. ഇല്ല, ബോളാട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ തറയിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ മൊത്തം മറന്ന് നിന്ന് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ലെവലാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പേടിക്കണം. മറ്റേത് നമ്മൾ നിൽക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തൊക്കെ എവിടെ ബേസ് ഉണ്ടെന്ന് നമുക്ക് വലിയ ധാരണയില്ല. അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഹൈറ്റിൽ നിന്ന് വരയ്ക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇൻസ്റ്റാഗ്രാമിലെ കോണ്ടന്റ് ഫുൾ വരയ്ക്കുന്നത്. അതെ. അപ്പം എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഉണ്ടോ? യൂട്യൂബ് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ഞാൻ അധികം യൂട്യൂബ് കണ്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂർ കൊണ്ട് വരയ്ക്കേണ്ട പടം യൂട്യൂബ് കണ്ടന്റായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം പണിയായി പോകും. അപ്പോൾ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമായിരിക്കും. എനിക്കത് നല്ലൊരു വീഡിയോ കിട്ടുമെങ്കിലും കസ്റ്റമറിന് നഷ്ടമായിരിക്കും. കാരണം മിക്കയിടത്തും എനിക്ക് വരുന്ന കോള് ഇവർ വിളിക്കുക എന്ന് പറഞ്ഞാൽ നാളെ ഓപ്പണിംഗ് മറ്റന്നാൾ ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞായിരിക്കും വിളിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് കസ്റ്റമർ പറയുന്ന ഒരു ടൈമിന് സാധനം വരച്ച് കൊടുക്കുക എന്നുള്ളതാണ്. മിക്കവാറും ലാസ്റ്റ് ടൈമിലായിരിക്കും കോൾ വരിക. കാരണം ഇവർക്കൊരു ഡെഡ് ലൈൻ കാണും. ഇപ്പോൾ ഇവർ നേരത്തെ വിളിച്ച് ഇപ്പോൾ ഒരു വീട് പണിയുന്ന ഒരു സമയത്താണെങ്കിൽ ഇവർ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ വീട് പണി ഡിലേ ആവും. നമ്മുടെ വാളാട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്നെ വിളിച്ച് പറയാം, ചേട്ടാ 2 ദിവസം കഴിഞ്ഞാണ് പാല് കാച്ച് സ്ഥാനം പരിപാടി റെഡിയാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് ഒരു ക്യാമറ ഓണാക്കി വീഡിയോ മൊത്തത്തിൽ ഓണാക്കി ടൈം ലാപ്സ് പോലൊരു സാധനം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പറ്റുന്നത്. ഇപ്പോൾ നാളെ ഒരു ഷോപ്പ് ഇനാഗ്രേഷൻ ആണെങ്കിൽ ഇപ്പോൾ തലേന്ന് വിളിച്ച് പറയും, അപ്പോൾ എത്ര സമയം കൊണ്ട് നമുക്ക് അത് വരച്ചെടുക്കാൻ പറ്റും? ഞാൻ അവരുടെ ചോദിക്കും നിങ്ങളുടെ പടം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പിന്നെ അടുത്ത ദിവസം ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോകും. ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുന്നത് അവർക്കൊരു ഷോപ്പ്. കാരണം ഇപ്പോൾ ഒരു വീടാണെങ്കിലും ഷോപ്പാണെങ്കിലും അവരുടെ ഒരു പുതിയ സ്ഥാപനമോ വീടോ അവർക്ക് അത്രയും ആഗ്രഹം തോന്നിയിട്ടാണ് അവർ വിളിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരു പടം വരയ്ക്കാതെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോഴേ നമ്മൾ ഓരോ കല്ലും അതുപോലെ അവർക്ക് അത്രയും ആഗ്രഹം തോന്നിയിട്ടാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം വരയ്ക്കാൻ നോക്കും. ഇപ്പോൾ അത് പടം ഞാൻ പറയും, ചേട്ടാ നമുക്ക് ഇത്ര മണിക്കൂറേ ഉള്ളൂ, ഈ പടമാണ് നമുക്ക് പറ്റുന്നത് എന്ന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. അല്ലെങ്കിൽ അവരിപ്പോൾ കുറേ സാധനങ്ങൾ തരികയാണെങ്കിൽ ചില കസ്റ്റമർ അയക്കുന്ന പടങ്ങൾ അവിടെ സൂട്ട് ആവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം പറഞ്ഞു നോക്കും, ചേട്ടാ ഈ പടം ഇവിടെ റെഡി ആവില്ല, ബാക്കി ആംബിയൻസിന് സൂട്ട് ആവില്ല, അപ്പോൾ നമുക്ക് വേറെ പിടിക്കാമെന്ന് നമ്മൾ അങ്ങോട്ട് പറയും.
ചില ഷോപ്പുകളിൽ പടം വരയ്ക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ അങ്ങോട്ട് പറയും ചേട്ടാ ഇവിടെ പടം വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വരയ്ക്കേണ്ട, വരച്ചാൽ ആ ഒരു ആംബിയൻസ് അങ്ങ് സ്പോയിൽ ആവും, അതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്.